നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടി ആശാ ശരത്തിന് ആശ്വാസം. ആശാ ശരത്തിനെതിരായ കേസിലെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കൊട്ടാരക്കര പോലീസ് എടുത്ത കേസിലെ നടപടികളാണ് സ്റ്റേ ചെയ്തത്. പ്രാണ ഇൻസൈറ്റിന്റെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ആശയ്ക്കെതിരായ പരാതി. ശ്യാം ദേവരാജുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, എന്തെല്ലാം വാദങ്ങൾ ഉയർത്തിയാണ് ഇപ്പോൾ ഈ സ്റ്റേ നേടിയിരിക്കുന്നത്? എന്തെല്ലാം നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്? ജസ്റ്റിസ് CS ദാസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ആശാ ശരത്തിനെതിരായ കേസിലെ തുടർ നടപടികളെല്ലാം സ്റ്റേ ചെയ്തിരിക്കുന്നത്. നേരത്തെ പ്രാണ ഇൻസൈറ്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ തട്ടിപ്പ് നടത്തി 8 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു സജി ഗോപാലകൃഷ്ണൻ എന്ന കൊട്ടാരക്കര സ്വദേശി നൽകിയ പരാതി. ഈ കേസിൽ കൊട്ടാരക്കര പോലീസ് ഒരു കേസ് എടുത്തിരുന്നു. ഈ കേസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആശാ ശരത്ത്, നടിയും നർത്തകിയുമായ ആശാ ശരത്ത് 5ാം പ്രതിയാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ മെയ് മാസം 29ാം തീയതിയാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തതും. ഈ കേസിലാണ് ഇപ്പോൾ ആശാ ശരത്തിനെതിരായ എല്ലാ നടപടികളും ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ആശാ ശരത്തിന് ഏറെ ആശ്വാസകരമായ ഒരു നടപടിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ആശാ ശരത്ത് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രാണ ഇൻസൈറ്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനി തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. താൻ അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമല്ല, താൻ ഏതെങ്കിലും രീതിയിൽ അവരുടെ നിക്ഷേപവുമായി ബന്ധവുമില്ല. പക്ഷേ കഴിഞ്ഞ കോവിഡ് സമയത്ത് ചില നൃത്ത പരിപാടികളിൽ പങ്കെടുത്തു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ബന്ധവുമില്ല എന്ന കാര്യം കമ്പനി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ഈ നിക്ഷേപ തട്ടിപ്പുമായി തനിക്ക് ബന്ധമില്ല, തനിക്ക് പങ്കാളിത്തമില്ല, തനിക്ക് ബന്ധമില്ല എന്ന കാര്യമാണ് ആശാ ശരത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഈ ഹർജിയിൽ പറയുകയും ചെയ്തിരുന്നത്. പ്രാണ ഇൻസൈറ്റ്സിന്റെ പേരിൽ താൻ തട്ടിപ്പൊന്നും നടത്തിയിട്ടില്ല എന്നുമായിരുന്നു ഈ ആശാ ശരത്ത് തന്റെ ഹർജിയിൽ വാദമായി ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും ഇതിലെ നടപടികളാണ് ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്യാം. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ആശാ ശരത്തിന് ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് തട്ടിപ്പ് കേസിൽ.